അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഞാനൊരു കഥ പറയാം. ഷെയ്ഖ് അബ്ബാസ് പറഞ്ഞ ഒരു സംഭവം. ഈ കഥ കേട്ടപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടി. ചിലർ ഒരേ തെറ്റ് വീണ്ടും വീണ്ടും ചെയ്യുന്നു, പക്ഷേ തിരുത്താൻ ശ്രമിക്കുന്നില്ല. എന്തുകൊണ്ടാവും? ആദ്യം കഥ കേൾക്കൂ. ഒരു ദിവസം ഷെയ്ഖ് അബ്ബാസിന് ഒരു കോള് വന്നു. ഒരു യുവാവ് മരിച്ചു. അവന്റെ മൃതദേഹത്തിന് മയ്യിത്ത് കുളിപ്പിക്കൽ വേണമെന്ന്. ഷെയ്ഖ് അവിടെ ചെന്നു. മരിച്ചത് ഒരു 20 വയസ്സിനടുത്ത് പ്രായമുള്ള ചെറുപ്പക്കാരൻ. വെളുത്ത് നല്ല രൂപമുള്ള ഒരാൾ. മുഖത്ത് ഒരു വെള്ള തുണി വെച്ചിരുന്നു. ഷെയ്ഖ് ഗുസ്ൽ തുടങ്ങി. ആദ്യം വുദു ചെയ്യിപ്പിക്കാൻ വെള്ളമൊഴിച്ചു. പിന്നെ പ്രവാചകൻ പറഞ്ഞതനുസരിച്ച് ജമന്തിയും കാഫൂരും ഉപയോഗിച്ചു. പക്ഷേ വെള്ളമൊഴിക്കുമ്പോൾ ഒരു വിചിത്രമായ കാര്യം നടന്നു. യുവാവിന്റെ നെറ്റിയിൽ നിന്ന് ഒരു കറുത്ത നിറം പടർന്നു. ആ കറുപ്പ് പതുക്കെ കണ്ണുകൾ, മൂക്ക്, വായ, താടി എന്നിങ്ങനെ മുഖം മുഴുവൻ നിറഞ്ഞു. വെളുത്ത മുഖം പെട്ടെന്ന് കറുത്ത് ഭയപ്പെടുത്തുന്ന രൂപമായി. ഷെയ്ഖിന് പേടി തോന്നി. ഇതുവരെ പല മൃതദേഹങ്ങൾ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെയൊന്ന് ആദ്യം. അവൻ കൈകൾ പരിശോധിച്ചു. എന്തെങ്കിലും മഷിയോ മറ്റോ ആണോ എന്ന്. ഒന്നുമില്ല. മുഖം മാത്രം കറുത്തു, ചെവികൾ പോലും വെളുത്തു തന്നെ. ഷെയ്ഖിന്റെ ശരീരം വിറച്ചു. പക്ഷേ അല്ലാഹുവിനോട് ശക്തി ചോദിച്ച് കുളിപ്പിക്കൽ പൂർത്തിയാക്കി. മൃതദേഹം കഫനിട്ട് പൊതിഞ്ഞു. പക്ഷേ ഷെയ്ഖ് അവിടെ നിർത്തിയില്ല. അവൻ അന്വേഷിച്ചു. യുവാവിന്റെ അച്ഛനോടും സഹോദരനോടും അടുത്ത സുഹൃത്തിനോടും ചോദിച്ചു, ഈ ചെറുപ്പക്കാരൻ എന്തൊക്കെ ചെയ്തിരുന്നു, എങ്ങനെ ജീവിച്ചു? എല്ലാവരും പറഞ്ഞു, നല്ലവനായിരുന്നു, ഹൃദയം നിറഞ്ഞവൻ, എപ്പോഴും ചിരിച്ചു നടന്നു. പക്ഷേ ഷെയ്ഖ് ഒരു പ്രത്യേക ചോദ്യം ചോദിച്ചു, അവന്റെ നമസ്കാരം എങ്ങനെ? സമയത്തിന് നമസ്കരിച്ചിരുന്നോ? എല്ലാവരും ഒരേ ഉത്തരം പറഞ്ഞു. നമസ്കാരം ഉപേക്ഷിച്ചിരുന്നില്ല, പക്ഷേ എപ്പോഴും വൈകിച്ചാണ് നമസ്കരിച്ചത്. അതായിരുന്നു അവന്റെ ശീലം. ജോലിയിലോ മറ്റു തിരക്കുകളിലോ മുഴുകി നമസ്കാരം വൈകും. പിന്നെ 1-2 നമസ്കാരം ഒരുമിച്ച് ചെയ്യും. അച്ഛനും സുഹൃത്തുക്കളും ഇതെല്ലാം അറിയാമായിരുന്നു. നമ്മളിൽ പലർക്കും ഈ ശീലമുണ്ട്, അല്ലേ? തിരക്കിനിടയിൽ നമസ്കാരം മാറ്റിവെക്കും, പിന്നെ ഒരുമിച്ച് ചെയ്യാം എന്ന് കരുതും. പക്ഷേ അല്ലാഹു ഖുർആനിൽ പറയുന്നു, നമസ്കാരം നിശ്ചിത സമയത്ത് ചെയ്യണം. ഫജർ, ലുഹർ, അസർ, മഗ്രിബ്, ഇശാ. ഓരോന്നിനും അതിൻ്റെ സമയമുണ്ട്. പുരുഷന്മാർ പള്ളിയിൽ പോകുന്നതാണ് നല്ലത്. സ്ത്രീകൾ വീട്ടിൽ സമയത്തിന് നമസ്കരിക്കണം. നമസ്കാരം വൈകിപ്പിക്കുന്നത് ചെറിയ കാര്യമല്ല. ഇന്ന് വൈകിപ്പിക്കും, നാളെ ഒഴിവാക്കും, പിന്നെ പൂർണ്ണമായും നിർത്തും. ശൈത്വാൻ ആദ്യം നമ്മെ വൈകിപ്പിക്കാൻ നോക്കും. ഈ യുവാവിന്റെ മുഖം കറുത്തത് കണ്ടപ്പോൾ ഷെയ്ഖിന് മനസ്സിലായി നമസ്കാരത്തിന്റെ പ്രാധാന്യം. നിന്റെ 5 മിനിറ്റ് അല്ലാഹുവിന് നൽകൂ. നമസ്കാരം സമയത്തിന് ചെയ്യൂ, അല്ലാഹു നിന്നെ കാത്തോളും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.